കമ്പ്യൂട്ടർ അറിയാത്തോണ്ട് ജോലി കിട്ടുന്നില്ല. അല്ലെങ്കില് നമുക്ക് ജോലി കിട്ടി. പക്ഷേ കമ്പ്യൂട്ടർ അറിയാത്തോണ്ട് നമുക്ക് നമ്മുടെ ജോലി നന്നായിട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ടെൻഷൻ അടിക്കുന്ന ഒരുപാട് പേരുണ്ട്. എനിക്ക് കമ്പ്യൂട്ടർ അറിയില്ല. അതുകൊണ്ട് ഞാൻ ഇനി എങ്ങനെ എൻ്റെ ഓഫീസിലെ കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നവര്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് പോകുന്നത്. എല്ലാവരുടെയും വിചാരം നമുക്ക് കമ്പ്യൂട്ടർ പഠിച്ചെടുക്കാനായിട്ട് ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്, നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നൊക്കെയാണ്. പക്ഷേ അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഏത് പ്രായത്തിലുള്ളവർക്കാണെങ്കിലും അതിപ്പം കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ആർക്കാണെങ്കിലും സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമാണ് ഈ ഒരു കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ പറ്റുന്ന സ്കിൽ എന്ന് പറയുന്നത്. നമുക്ക് ഇത് പ്രയാസമായിട്ട് തോന്നുന്നത് എന്താ വെച്ചാലേ, നമുക്ക് ഇതിന്റെ ഒരു ബേസ്, അതായത് ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു ബേസിക് ആയിട്ടൊരു കാര്യം നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് അത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. അപ്പം ആ ഒരു ബേസ് അറിയാത്തതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് എന്താണ് ചെയ്യേണ്ടതെന്നൊരു ഐഡിയ കിട്ടുന്നില്ല. അപ്പോൾ അതാണ് നമുക്കിത് പ്രയാസമായിട്ട് തോന്നുന്നത്. അപ്പം കമ്പ്യൂട്ടർ ഒന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൽ ഓൺലൈനായിട്ട് ഒരു ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് കമ്പ്യൂട്ടർ ജസ്റ്റ് കണ്ടിട്ട് മാത്രമേ ഉള്ളൂ, അതിനെപ്പറ്റി ഒന്നും ഒരു കാര്യവും അറിയാത്തവർക്ക് പഠിക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ്സാണ്. അപ്പോൾ നിങ്ങൾ എത്ര കമ്പ്യൂട്ടർ അറിയാത്തവരാണെങ്കിലും ജസ്റ്റ് നമ്മളുടെ ഒരു ക്ലാസ്സിൽ ജോയിൻ ആയി നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങളെ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ ഞാൻ പഠിപ്പിച്ചു തരും. അത് ഞാൻ തരുന്ന ഒരു ഉറപ്പാണ്. അത്യാവശ്യം നമ്മളുടെ കാര്യങ്ങളിലൊക്കെ കമ്പ്യൂട്ടർ ഒന്ന് ഉപയോഗിക്കാൻ പറ്റത്തക്ക രീതിയിൽ നിങ്ങളെ ഒന്നാക്കി തരും. അപ്പം ഇന്നിപ്പോൾ ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ഇല്ലാത്ത വീടുകൾ ചുരുക്കമാണ്. അപ്പം നമ്മുടെ കയ്യിൽ ഒരു ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ഉണ്ടെങ്കിൽ എങ്ങും പോകണ്ട, നമ്മുടെ വീട്ടിലിരുന്നുകൊണ്ട് അതിപ്പോൾ കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ആരാണെങ്കിലും നമുക്ക് കമ്പ്യൂട്ടർ പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഒരു പ്രയാസവും ഇല്ല. അപ്പോൾ അങ്ങനെ കമ്പ്യൂട്ടർ ഒന്നും അറിയാത്തവർക്ക് പഠിക്കാൻ പറ്റുന്ന വളരെ നല്ലൊരു ക്ലാസ് നമ്മളുടെ ചാനലിൽ ഓൺലൈനായിട്ട് പോകുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് കമ്പ്യൂട്ടർ പഠിക്കണം എന്ന ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നേരെ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ആയിക്കോളൂ. നിങ്ങളെ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ ഞാൻ പഠിപ്പിച്ചു തരും. അപ്പം താല്പര്യമുള്ളവർ നമ്പർ കൊടുത്തിരിക്കാം, അതിലൊന്ന് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം അയച്ചു തരുന്നതായിരിക്കും. പിന്നെ ഫീസും കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന വളരെ കുറഞ്ഞൊരു ഫീസ് മാത്രമായിരിക്കും. അപ്പം ഈ ഒരു ഫീസിനൊന്നും നമുക്ക് ഇവിടെ പോയി കഴിഞ്ഞാലും നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ ഒരു ബേസ് പഠിച്ചെടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ താല്പര്യമുള്ളവർ വേഗം തന്നെ വാട്സപ്പ് ചെയ്തോളൂ. നമ്മുടെ അടുത്ത ബാച്ച് നാളെ സ്റ്റാർട്ട് ആകുകയാണ്. അതായത് ഫെബ്രുവരി 2 നമ്മുടെ അടുത്ത ബാച്ച് സ്റ്റാർട്ട് ആകുകയാണ്. അപ്പോൾ താല്പര്യമുള്ളവർ വേഗം തന്നെ വാട്സപ്പ് ചെയ്തു.